അല്ല പപ്പുള്ളേ, നിങ്ങളിങ്ങനെ അടുപ്പിന്റെ ഊതി ഊതി കണ്ണു നിറയ്ക്കാതെ ഒരു ഗ്യാസ് കണക്ഷൻ എടുത്തൂടെ? അതാവുമ്പോ ചായ പെട്ടെന്ന് റെഡിയാകുകയും ചെയ്യും, നിങ്ങളുടെ കണ്ണും നിറയത്തില്ല. ഗ്യാസ് കണക്ഷൻ എടുത്താ ചായ പെട്ടെന്ന് റെഡിയാകുമായിരിക്കും, എന്നാലും എന്റെ കണ്ണ് നിറയും സുന്ദരേശ. അതെന്താ? ചായയും കുടിച്ച് കടവും പറഞ്ഞല്ലേ നിങ്ങൾ പോകുന്നത്. അപ്പൊ പിന്നെ എന്റെ കണ്ണ് നിറയാതെ മനസ്സ് നിറയോ? പിന്നെ സൗകര്യത്തിന് വേണ്ടി പലതും കാണും, ഗ്യാസ്, ഇൻഡക്ഷൻ കുക്കർ, അങ്ങനെ പലതും. ഇനിയും എന്തൊക്കെ സാധനങ്ങളാ വരാൻ കിടക്കുന്നത്? നമുക്കതൊന്നും വേണ്ട. ദേ, പണ്ട് മുതലേ ഉള്ള ശീലമാ ഈ ഊതി കത്തിക്കൽ. പിന്നെ പെട്ടെന്ന് ചായ കിട്ടിയിട്ട് സുന്ദരേശൻ പണിക്കൊന്നും പോണില്ലല്ലോ. ഇവിടെ തന്നെ കുത്തിയിരുന്ന് വല്ലവരുടെയും കുറ്റവും കുറവും ചർച്ച ചെയ്ത് സമയം കളയാനല്ലേ. ഇന്നിത്തിരി തണുപ്പ് കൂടുതലായിരുന്നു, അതേതായാലും ഈ സുന്ദരേശൻ മാറ്റി തന്നു. നിങ്ങളോട് തർക്കിച്ച് ജയിക്കാനൊന്നും ഞാനില്ല. പക്ഷെ മനുഷ്യരാകുമ്പോ പലതും പറഞ്ഞും കേട്ടുന്നൊക്കെ ഇരിക്കും. അതിൽ കുറ്റവും കുറവൊന്നും പറയരുത്. തന്നെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണുന്നല്ലോ സുന്ദരേശൻ നിന്നെ. ഇതെന്തൊരു ഇടങ്ങേറാന്ന് പറ. ഈ സുന്ദരേശൻ പിന്നെയും വടി കൊടുത്ത് അടി വാങ്ങിക്കും. എടാ സുന്ദരേശ, ഇനി നീ വരുമ്പോ വടി വീട്ടിൽ വെച്ചേച്ചേ വരാവൂ. അല്ല, ഇന്നലെ വരെ നിനക്ക് അനൗൺസ്മെന്റ് ഇല്ലായിരുന്നല്ലോ. അല്ല സുന്ദരേശ, ഞാൻ ചിന്തിച്ചപ്പം. ഓ, നീ ചിന്തിക്കാനും തുടങ്ങിയോ? അല്ലാ, കാലം പോയൊരു പോക്കേ. അല്ല, ഇതാര് കാസിയും കാക്കയോ? ബീവി വീട്ടിലില്ല അല്ലേ? നിന്റെ ബീവി വീട്ടിലില്ല, നിനക്ക് എങ്ങനെ അറിയാടാ ഹമുക്കെ? വെരി സിമ്പിൾ. ബീവി വീട്ടിലുണ്ടെങ്കിൽ കാക്ക ഇവിടെ കാണില്ലല്ലോ. ബീവിയുടെ ചടൽ കെട്ടിയിട്ട് കാസിം കാക്കയെ പട്ടം പറത്തും പോലെ പറത്തല്ലേ. കാസിം കാക്കയുടെ ഇപ്പോഴത്തെ പുതിയ ഭാര്യ കണ്ടിട്ടുണ്ടോ? കണ്ട മൂത്ത മോളാണെന്നേ പറയൂ. നീ ഒന്ന് പോടാ ചന്ദ്ര, മനുഷ്യനെ ഇടങ്കേറാക്കാതെ. പപ്പോട്ടോ, ഒരു ചായ എനിക്കും കൂടി. എന്നിട്ട് ഐശ്വര്യമായിട്ട് ഒരു കാരുണ്യ ലോട്ടറി എടുത്താട്ടെ. എനിക്ക് ലോട്ടറി ഒന്നും വേണ്ട, ഞാനൊന്നും ഭാഗ്യമുള്ളവനേ അല്ല. ചേട്ടാ, കാരുണ്യ ലോട്ടറി എടുക്കുന്നത് ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെ ചികിത്സിക്കാൻ കഴിവില്ലാത്ത പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ കൂടിയാ. സർക്കാർ ചെയ്യുന്ന ഇത്തരം നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നെ പോലുള്ള ഓരോ ലോട്ടറി കച്ചവടക്കാരന്റെ ഉത്തരവാദിത്വ. ശരി ശരി. അപ്പോളേ കടുപ്പത്തിലൊരു ചായ. എന്താ മുതലാളി പതിവില്ലാത്തൊരു വേഷത്തില്? ഓ, എന്ത് ചെയ്യാനാ സുന്ദരേശ, ഞാനൊരു പണക്കാരനായി പോയില്ലേ, അതിന്റെ ഭാഗമായതൊക്കെ. ഓ, ഓന്റെ ബെഡായി പറച്ചില് തുടങ്ങി. നീ വരുന്നോ? ഞാൻ പോവാ. നിങ്ങൾ അവിടെ ഇരിക്കേ. നമ്മൾ എന്തൊക്കെ സഹിക്കുന്നു, അതിന്റെ കൂടെ ഇത് അത്രേ ഉള്ളൂ. ആഹാ, അല്ല താമോരാ, എന്ന് തുടങ്ങി ഈ ഓട്ടമൊക്കെ? ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ വേഷത്തിൽ കാണുന്നത്. 2 ദിവസം കഴിഞ്ഞ ക്ലബിൽ ഓണാഘോഷ പരിപാടി വരുമല്ലേ, അതിന്റെ ഓട്ട മത്സരത്തിന് വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യണം മുതലാളി. അത് ശരി. ക്ലബിലോ ഓട്ട മത്സരത്തിനോ? ഓണം വരുമ്പോ ക്ലബ്ബുകാർക്ക് ഞാൻ വാരിക്ക് ഒരു സംഭാവന കൊടുക്കും, അല്ലാതെ മത്സരത്തിനൊന്നും ഞാൻ പോവുകയല്ല. പോങ്ങ, ഇവന് സുന്ദരേശൻ കളിയാക്കുകയാണെന്ന് പോലും ഇവന് മനസ്സിലാവുന്നില്ലല്ലോ. ആ പപ്പുള്ളേ, ഞാൻ ഇന്നലെ ടൗണിൽ ഓരോന്ന് പോയിരുന്നു. അവിടെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടില് ഒരു ഡോക്ടർ ഫൽഗുനൻ. ഞാൻ അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോ എന്റെ ശരീരം ഒന്നങ്ങ് വിയർന്നു. ഒരു ചെറിയ തളർച്ച പോലെ ഉടനെ തന്നെ അവൻ എന്നെ ചെക്കപ്പ് ചെയ്തു. എന്നിട്ട് പറയുക, ഈ പണക്കാർക്കൊക്കെ വരുന്ന ഒരു പ്രത്യേക അസുഖം ഉണ്ടല്ലോ, പേര് ഞാൻ ഓർക്കുന്നില്ല. പോങ്ങൻ. ആ, അത് തന്നെ. നിങ്ങളൊന്ന് അടങ്ങുന്നേ. ഓ, കോളവാക്കി. ആ, അത് തന്നെ കൊളസ്ട്രോള്. എനിക്ക് ഈ അസുഖം ആദ്യമായിട്ട് വരുന്നതാണ്, അതാ എനിക്ക് ഈ പേര് പെട്ടെന്ന് ഓർമ്മ വരാത്തെ.
ഡോക്ടറുടെ പേരെന്താന്നാ പറഞ്ഞേ? ഫൽഗുനൻ, ഡോക്ടർ ഫൽഗുനൻ. കറുത്തു മെലിഞ്ഞിട്ട് കണ്ണട വച്ച? അതെ അതെ. കാസിമിന് എങ്ങനെ അറിയാം? അല്ല, എന്താ ഞാൻ ഈ കേട്ടതൊക്കെ? അയാൾ എന്തിന്റെ ഡോക്ടറാന്നാ ദാമോദരൻ മുതലാളി വിചാരിച്ചിരിക്കുന്നേ? അയാൾ മൃഗ ഡോക്ടറാന്ന്. 3-4 ദിവസം മുമ്പ് എന്റെ വീട്ടിലെ പയ്യന് സുഖമില്ലാഞ്ഞ് ഞാൻ അയാളെ എന്റെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നതല്ലയോ? കേട്ടോ പോലെ നമ്മുടെ മൃഗാശുപത്രിയിൽ പുതുതായിട്ട് വന്ന ഡോക്ടറാ അയാള്. ചിലർക്ക് ആ ഡോക്ടറായാലും മതി. എന്നാ പപ്പുള്ളേ, ഞാൻ ഇറങ്ങുക. ആ പുറത്തിരിക്കുന്നവന്മാര് ഇന്നെന്റെ തോട്ടത്തിൽ പണിക്ക് വരാന്ന് പറഞ്ഞത്. കൈയോടെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ അവന്മാര് മുങ്ങിക്കളയും. മുതലാളി, ഒരു കാരുണ്യ ലോട്ടറി എടുക്കട്ടെ? ഇവിടെ ഇരിക്കുന്നവന്മാർക്ക് നിനക്കും ഒരു കാരുണ്യം ഇല്ലോടെ. എനിക്ക് വേണ്ട ലോട്ടറി. അങ്ങനെ അല്ല. നമസ്കാരം മുതലാളി. അയ്യോ, നമസ്കാരം. നമസ്കാരം മുതലാളി. നമസ്കാരം. നമസ്കാരം പറഞ്ഞോണ്ടിരിക്കാതെ പിടിച്ചെണീപ്പിക്കണടാ. അയ്യോ ഇല്ല മുതലാളി, ഞങ്ങൾക്ക് തൊട്ടുകൂടാ. നിങ്ങൾ വലിയ ആള്, ഞങ്ങൾ തൊട്ടുകൂടാ. എടാ പെരിച്ചാഴികളെ, എടാ കണ്ണിച്ചോരയില്ലാത്തവന്മാരെ, നിന്നേക്ക് എന്റെ കൈ കിട്ടിയ അലക്കയില് ഒരു അടിച്ചു പിടിച്ച് ചാറെടുക്കൂടാ. അയ്യോ ഞങ്ങൾ പോണേ. ബാബാ നമുക്ക് പോകാം. നന്ദിയില്ലാത്തവന്മാർ, ജോലി ഇല്ലാത്തപ്പോ എന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങുമ്പോ ഇവനൊക്കെ തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടായ്മയില്ല. ഇനിയെങ്കിലും മുതലാളി പറയരുത് എനിക്ക് കാരുണ്യമില്ലാന്ന്. മുതലാളി, ഒരു കാരുണ്യം എടുക്കട്ടെ? അവന്റെ ഒരു കാരുണ്യം എവിടെയെങ്കിലും പിടിച്ച് കിടത്താൻ നോക്കാം. അതെ അതെ അതെ. ഇനി ഏതായാലും മുതലാളി കുറെ കഴിഞ്ഞിട്ട് പോയാ മതി. നടുവിന്റെ വേദന ഒക്കെ ഒന്ന് മാറട്ടെ. എന്താ അപ്പോടാ, എനിക്ക് ഇനി ഇവിടെ നിന്നാ പറ്റില്ല. ലോട്ടറി ഇരുന്ന് പോകും. അതുകൊണ്ട് ഞാൻ പോവുക. സുധാരമാഷ് വളരെ സന്തോഷത്തിലാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഭാഗ്യക്കുറി എടുക്കാം. ഓണം ബമ്പർ 5 കോടിയാ. ഒരു ടിക്കറ്റ് എടുക്കട്ടെ? ഒറ്റ ടിക്കറ്റ് മതി മാഷിന്റെ ജീവിതം മാറ്റിമറിക്കാൻ. ഒന്ന് പോള ചന്ദ്ര, അതിനേക്കാളും വലിയ ഭാഗ്യക്കുറി അടിച്ച സന്തോഷത്തിലായി ഞാൻ. എന്നാ ചെല്ലി ചന്ദ്ര. ശരി. മാഷേ, എവിടെയാ മാഷേ മുന്നേറി കൂടെ? അതെ, നാട് വിട്ടുപോയി ഞങ്ങളുടെ മോനില്ലേ, അവൻ ഉത്രാടത്തിന് വരുന്നെന്ന് ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞു. ആര്? മാഷിന്റെ മോൻ സുരേഷോ? അതേ പപ്പുള്ളേ, എന്റെ മോൻ സുരേഷ്. നാട്ടുകാരെല്ലാം സംശയത്തിലായിരുന്നല്ലോ അവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോന്ന്. അതെ. ഇല്ല, എന്റെ മോൻ മരിച്ചു പോയിട്ടില്ല. ഞാൻ ചത്തുകിടക്കുമ്പോ കൊള്ളിവെക്കാൻ ആരുമില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ചിരിക്കുമ്പോഴാ ഒരു നിയോഗം പോലെ ഇന്നലെ അവന്റെ ഫോൺ വന്നത്. ദൈവം എന്നെ കൈവടിഞ്ഞിട്ടില്ലെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. ഞങ്ങള് ടൗണിലേക്കൊന്ന് പോവാ. മോന് കുറെ സാധനങ്ങൾ വാങ്ങിക്കണം. നാളെയല്ലേ ഉത്രാടം. 6-7 കൊല്ലമായി ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടു. അവന്റെ പണ്ടത്തെ ഇഷ്ടങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവോ? അപ്പൊ മാഷിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞങ്ങളാരും വരണ്ടേ? പിന്നെ വേണം. തിരുവോണ ദിവസം നിങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. നല്ലൊരു സദ്യ വേണം. പോവാ. ഒരു സ്കൂൾ മാഷാണെന്ന് വിചാരം പോലും ഇല്ലാതെ ഫുൾ ടൈം തന്നെയല്ലായിരുന്നു. കുടിച്ച് കൂത്താടി സ്കൂളിലും പോവാതെ കണ്ട കടത്തിനേലും മറ്റുമായിരുന്നു. അതുമാത്രവും അയാളുടെ ഭാര്യ സാവിത്രിയില്ലേ, ഒരു നല്ല കുടുംബത്തിൽ തങ്കപ്പെട്ട സ്ത്രീയായിരുന്നു. ഈ സുധാരൻ മാഷ് ഓരോ ദിവസവും ഓരോരുത്തന്മാരുടെ പേര് പറഞ്ഞ് ആ സ്ത്രീയെ സംശയിക്കും. എന്നിട്ട് അവരെ നിരന്തരം മർദ്ദിച്ച് കൊല്ലാക്കൊല ചെയ്യുമായിരുന്നു. ഇയാള് കിട്ടുന്ന ശമ്പളം മുഴുവനും വെള്ളം അടിച്ചു തീർക്കും. ആ സ്ത്രീ ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി എന്തെങ്കിലും വേവിച്ചു വെക്കും പിള്ളേർക്ക് കൊടുക്കാൻ. പിള്ളേരെ പട്ടിണിക്കിടാൻ പറ്റുമോ? എന്നാ ഈ മനുഷ്യനോ രാത്രി വീട്ടിൽ വന്ന് അടിയും ബഹളം ഉണ്ടാക്കിയിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ചോറും കറിയും എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി കളയും. അങ്ങനെ സ്ത്രീയും പിള്ളേരെയും പട്ടിണിക്കിടും. ദിവസം ഇത് തന്നെയായിരുന്നു അയാളുടെ പണി.
എത്ര തവണയാ ശ്രീ പിള്ളേരെ കൊണ്ട് ചാവാൻ നോക്കിയിട്ടുണ്ട്. ദൈവാധീനം കൊണ്ട് അത്യാഹിതം ഒന്നും ഉണ്ടായിട്ടില്ല. അയാളുടെ സ്ഥിരം പണിയ ആ സ്ത്രീ ആരെങ്കിലും കൂടെ കൂട്ടി വായിക്കുക, എന്നിട്ട് പിള്ളേര് അയാളുടേതല്ലാന്നും പറഞ്ഞ് ആ സ്ത്രീയും കുട്ടികളെയും കൊല്ലാൻ ഓടിക്കും. ആ സ്ത്രീയും പിള്ളേരും ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ സുധാകരൻ മാഷിനെ കണ്ടാൽ ഈ കഥകളൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുവോ? അത് ശരിയാ. നിങ്ങൾക്കറിയോ, 2 തവണ ഇയാളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാ. പിന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ കാരുണ്യം കൊണ്ടാ ആ പണി തിരിച്ചു കിട്ടിയത്. ഇയാളുടെ ദുഷ്ടത്വവും ക്രൂരതയും സഹിക്കാൻ വയ്യാഞ്ഞല്ലേ അയാളുടെ മോൻ നാടുവിട്ടത്. ആ ചെറുക്കനാ ഇപ്പൊ തിരിച്ചു വരുന്നെന്ന് പറഞ്ഞത്. ദാമോദരൻ പറയുന്നതൊക്കെ ശരിയാ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ഒരു കാര്യം സത്യ, ഈ മുഴു കുടിയന്മാരുടെ പൊതു സ്വഭാവമാ സ്വന്തം ഭാര്യമാരെ സംശയിക്കുക, അവന്മാരുടെ പോക്കറ്റുകൾ ന്യായീകരിക്കാൻ സംശയത്തിന്റെ പേര് പറഞ്ഞ് ഭാര്യമാരെ ഉപദ്രവിക്കുക. ഇവന്മാർക്ക് വല്ലതും അറിയണോ? ആ കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേട്, ഭാര്യയും പിള്ളേരും അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്നും ഇവന്മാർക്കറിയണ്ട. കിട്ടുന്ന കാശ് പോരാഞ്ഞ് കടം വാങ്ങി തിന്നും കുടിച്ച് മതിച്ച് നടന്ന് സൂഹിക്കയില്ലേ. ഭാര്യയും പിള്ളേരും പട്ടിണിയാണെന്ന് ഇവന്മാർക്കറിയണ്ട. അവന്മാരുടെ കാര്യം മാത്രം. കുടുംബം എങ്ങനെ പോകുന്നു, പിള്ളേരെങ്ങനെ വളരുന്നു, ഒന്നും യുവമാർക്കറിയണ്ട. സുധാകര മാഷ ആ കൊച്ചിങ്ങുണ്ടല്ലോ, ഓരോ ദിവസവും പേടിച്ചു വിറച്ചാ കഴിഞ്ഞത്. കേട്ടോ പപ്പുള്ളേ, ഇവിടെ സുധാകരൻ മാഷിന്റെ കാര്യത്തില് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതെന്തോന്നു? അങ്ങേരുടെ മോൻ നാടുവിട്ടതിന് ശേഷം ഈ സുധാകരൻ മാഷ് വെള്ളമടിച്ച് ഞാനിതുവരെ കണ്ടിട്ടില്ല. തന്നെയല്ല, ഇതുപോലൊരു കുടുംബസ്നേഹി. ഇപ്പൊ ആ ഭാര്യയും മോളെയും പൊന്നുപോലാ നോക്കുന്നേ. അവരൊന്ന് പറഞ്ഞ അയാള് മരിക്കും. ആ വിലപ്പെട്ട ചിലത് നഷ്ടപ്പെടുമ്പോഴാ ചിലർക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. അതാ സുധാകരൻ മാഷിന്റെ കാര്യത്തിൽ ഉണ്ടായത്. എന്തുവാടോ കുമാരെ കാണിക്കുന്നേ? എടാ, പുല്ല് ചെത്തുമ്പോഴ് അതിന്റെ വേരോടുകൂടി ചെത്തിയെടുക്കണം. നീ ഇവിടെ എന്താ കാണിക്കുന്നേ? പുല്ലിന്റെ പുറത്ത് നിരക്കുന്നു മമ്മട്ടിയിട്ട്. നീ അങ്ങോട്ട് മാറിയിക്ക്, ഞാൻ കാണിച്ചു തരാം എങ്ങനെ പുല്ല് ചെത്തുന്നെന്ന്. മാറിയിക്ക്. പൈസ വാങ്ങിക്കാൻ വേണ്ടി മാത്രം അങ്ങ് വന്നോളൂ കൈ നീട്ടി. മാഷേ, അവിടുത്തെ പുള്ളി നല്ലപോലെ ചെത്തി മാറ്റി. ഒരു പണി ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യണ്ടേ? അല്ലാതെ അത് ഞാൻ കാണാത്തല്ല കുമാര. അടുത്തത് അവിടെ നിന്നാ ചെത്തി തുടങ്ങുന്നേ. ഇവിടെ കഴിഞ്ഞല്ലോ. എന്റെ മോൻ വരുമ്പോ വീടും പരിസരവും വൃത്തിയായിട്ടിരിക്കണം. വീടിന്റെ എല്ലാ ഭാഗത്തെയും പുല്ലി എത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ നിന്നെ വിളിച്ചേ. ആവുന്ന കാലത്താണെങ്കിൽ നിന്നെ ഒന്നും താങ്ങേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ ആവുന്ന കാലത്തും ഞാനും അങ്ങനെ മാഷെ. നല്ല ക്ഷീണം. ഇനി അല്പം വിശ്രമിച്ചിട്ടാവാം. മാഷെ, ഒരു പണി തുടങ്ങിയ അത് തീർത്തിട്ടേ വിശ്രമിക്കാവൂ. കുറച്ച് പണിയല്ലേ ഉള്ളൂ. ഒന്ന് ക്ഷമിക്കൂ കുമാര. ഞാൻ ഇത്തിരി കഞ്ഞിവെള്ളം കുടിച്ചിട്ട് ബാക്കി പണി ചെയ്തോളാം. പോരെ മോളെ സുനന്ദേ, ഇത്തിരി കഞ്ഞിവെള്ളം കൊണ്ടുവാ. മാഷെ, പണി തീർന്നാലും ഇല്ലേലും ഉച്ചക്ക് ഞാൻ അങ്ങ് പോകും. എനിക്ക് തങ്കമണിയും പിള്ളേരെയും കൊണ്ട് ടൗണിൽ പോയി ഓണ സാധനങ്ങൾ വാങ്ങാനുള്ളതാ. പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. അച്ഛാ, ഞാൻ ആ ഗോപികയുടെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം. ഇന്ന് അവിടെ ഞങ്ങളുടെ തിരുവാതിര കളിയാ. അവളെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഇപ്പൊ വരാം. ശരി, ആയിക്കോട്ടെ. അല്ല മാഷെ, മാഷിന് പ്രൊഫസറിന്റെ അസുഖമുണ്ടോ? എന്തേ? അല്ല, കഴിഞ്ഞ കൊല്ലത്തിന് തീരെ ഉപ്പില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ആ മാഷെ, എനിക്ക് പോവാൻ സമയമായി. പോകാൻ വരട്ടെ. കുറച്ച് പണിയോട് തീരാനുണ്ട്. എന്നാ പെട്ടെന്ന് തീർക്കും മാഷെ. മാഷ് തരുന്ന കൂലിയും വാങ്ങിച്ചിട്ട് വേണം എനിക്ക് ടൗണിൽ പോകാൻ. ഭാര്യ കാത്തിരിക്കുന്നു.
ജോലി എനിക്കും കൂലി നിനക്കും അല്ലേ? കൊള്ളാമടേ, കൊള്ളാം. ഇതൊക്കെ മാഷ് വായിക്കുന്ന പുസ്തകങ്ങളാണോ ചേച്ചി? അല്ല, ഇതൊക്കെ എന്റെ മോൻ വായിക്കുന്ന പുസ്തകങ്ങളാ. ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ അടുക്കി വെച്ചോളാം. നീ പോയി അലമാരയുടെ മുകളിൽ തുണികൊണ്ട് വൃത്തിയായിട്ടും തുടയ്ക്കോ. ശരി. ഏതായാലും മാഷിക്കും ചേച്ചിക്കും നല്ല സന്തോഷമുണ്ടല്ലോ. മോൻ വരുന്നതുകൊണ്ട് ഇത്തവണത്തെ ഓണം പൊടി പൊടിക്കുമെന്ന് തോന്നുന്നു. അതെ തങ്കമണി, എന്റെ മോൻ വന്നു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഓണം ശരിക്കും ആഘോഷിക്കണം. മുമ്പ് ഞങ്ങൾക്ക് ഓണമൊന്നും ഇല്ലായിരുന്നല്ലോ, എല്ലാം ഒരു ചടങ്ങ് മാത്രമായിരുന്നില്ലേ? എന്തു പറ്റി ചേച്ചി? ഒന്നുമില്ല, നീ അവിടേക്കൊന്ന് വൃത്തിയാക്ക്. എന്റെ പ്രിയപ്പെട്ട അമ്മ, അടുത്ത ജന്മത്തിലെങ്കിലും അമ്മയ്ക്ക് സന്തോഷവും സമാധാനവും നൽകണമെന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് അച്ഛൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഞാനും അനുജത്തിയും അച്ഛന്റെ മക്കളെല്ലാന്ന് പറഞ്ഞാണ് ഉപദ്രവിച്ചത്. അമ്മയെ കൂടുതൽ തല്ലാതിരിക്കാൻ ഞാൻ അച്ഛനെ തടഞ്ഞപ്പോൾ അച്ഛൻ എന്റെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി. ഞാൻ തെറിച്ച് ദൂരെ വീണു. ഇപ്പോഴും എന്റെ വയറ്റിൽ നല്ല വേദനയുണ്ട്. സാരമില്ല, പക്ഷെ അമ്മയുടെ കരച്ചിലും വേദനയും കണ്ട് എനിക്ക് സഹിച്ചില്ല. ഞാൻ ഉറക്കി ഉറക്കി നിലവിളിച്ചു. എന്താ സാവിത്രി, നിന്റെ കണ്ണാ കലങ്ങിക്കുന്നത്? എന്തുപറ്റി? മോൻ വരാൻ വൈകുന്നോണ്ട് നീ അകത്തിരുന്ന് കരഞ്ഞു അല്ലേ? അല്ല, ഓരോന്ന് ഓർത്തപ്പോ. നിനക്കോർക്കാൻ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. ഒന്നും മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ നിന്റെ ജീവിതത്തിൽ ഞാൻ തന്നിട്ടുള്ളത്. ആ നശിച്ച കാലഘട്ടത്തെ ഓർത്ത് ഇന്നും സ്വയം ശപിക്കാറുണ്ട് ഞാൻ. എന്റെ മാഷെ, ക്ഷമിക്കണമെന്ന് പറയാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തവന് ഞാൻ. ചെയ്തു പോയ തെറ്റിന് ഏത് പുണ്യനദിയിൽ കുളിക്കണം, എങ്ങനെ പരിഹാരകർമ്മം ചെയ്യണം എന്ന് സ്വയം ചോദിച്ചലയുകയാണ് ഞാൻ. കുടുംബദ്രോഹിക്കുള്ള ശിക്ഷ മരണം മാത്രമാണെന്ന് സ്വയം വിശ്വസിക്കുന്നവന് ഞാൻ. പക്ഷേ ഞാനത് ചെയ്യാത്തത് എന്റെ സാവിത്രി ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകില്ലെന്നോർത്ത. നിനക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സ്നേഹവും തിരിച്ചു തരാൻ എന്റെ ആയുസ് എടുക്കരുതെന്ന് ഈശ്വരനോട് ദിവസനെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ഈശ്വരന്മാർ ക്ഷമിച്ചില്ലേലും ഈ സമൂഹം എന്നോട് ക്ഷമിച്ചില്ലേലും ഒരു യാചകനെ പോലെ ഞാൻ ചോദിക്കുകയാണ്, ഈ പാപിയോട് അല്പം കരുണ കാണിക്കില്ലേ? ക്ഷമിക്കില്ലേ? ക്ഷമിക്കില്ലേ സാവിത്രി? എനിക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല. ഞാൻ അങ്ങനെയാ. ഞാൻ എന്ത് വേണമെങ്കിലും സഹിച്ചോളാം. എന്റെ മാഷിങ്ങനെ തളർന്നു പോകരുത്, അത് മാത്രം ഞാൻ സഹിക്കില്ല. ഇതാര് സുനന്ദയോ?
നീ എന്നെ കണ്ടില്ലായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ എത്ര ഉച്ചത്തിലാ നിന്നെ വിളിച്ചത്? അത് ചിലപ്പോ മാവേലിയും സംഘവും വന്നതിന്റെ ബഹളത്തിൽ ശ്രദ്ധിച്ചു കാണില്ല. നീ എന്തിനാ എന്നെ വിളിച്ചത്? ഞാൻ നിന്നെ തിരക്കി നിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. തിരുവാതിര കളിക്ക് വേണ്ടിയുള്ള ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി. ഓ, അതായിരുന്നോ? നീ എന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുന്നേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഡ്രസ് ചെയ്തിരിക്കുന്ന ചേച്ചിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് സമയത്ത് വരാന്നും പറഞ്ഞു. തന്നെയുമല്ല, നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യും വേണ്ടേ? അതിന് നമ്മുടെ കൂടെ കളിക്കുന്ന മറ്റു കുട്ടികളോട് ഞാൻ വരാനും പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ നിന്റെ വീട്ടിലേക്ക് വരികയും ചെയ്യും. എന്റെ വീട്ടിലേക്കോ? എന്തിന്? നിന്റെ വീട്ടിലല്ലേ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മൾ തിരുവാതിര കളിക്കുന്നേ. ഇക്കൊല്ലവും നിന്റെ വീട്ടിലാക്കാവുന്ന നീ സമ്മതിച്ചതുമല്ലേ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇക്കൊല്ലം പറ്റത്തില്ല. പറ്റത്തില്ലെന്നോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ അമ്മയുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. ഇന്നലെ വരെ ആ കാര്യം നീ എന്നോടോ മറ്റുള്ളവരോടോ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. പിന്നെ ഇത്ര പെട്ടെന്ന് എങ്ങനെ നിന്റെ അമ്മാമ്മയ്ക്ക് ഒരു അസുഖം വന്നത്? സത്യമായിട്ടും അമ്മാമ്മയ്ക്ക് സുഖമില്ലഞ്ഞിട്ടാ. സത്യം പറ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തുറന്നു പറ. അതാ അന്തസ്. ഈ നിമിഷം വരെ ഇല്ലാത്ത അസുഖം നിന്റെ അമ്മാമ്മയ്ക്ക് എങ്ങനെ ഇത്ര പെട്ടെന്നുണ്ടായി? ചോദിച്ച സ്ഥിതിക്ക് ഞാൻ തുറന്നു പറയാം. ഇക്കൊല്ലം നിങ്ങളോടൊപ്പം തിരുവാതിര കളിക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞത് നെറുകേടാ. നമ്മുടെ മറ്റു കൂട്ടുകാരോടും നമ്മുടെ ഡ്രസ് ചെയ്ത് മേക്കപ്പ് ഇടുന്ന ആ സ്ത്രീയോടും വിളിച്ചു പറഞ്ഞ കാര്യമാ. അത് നിന്റെ ഉറപ്പിമ്മേ. പക്ഷേ നീ ഇപ്പൊ ഈ പറഞ്ഞതുണ്ടല്ലോ, അത് അങ്ങേയറ്റം മോശമായി പോയി. നമ്മൾ മേക്കപ്പ് ഇടുന്ന ആ ചേച്ചിയോട് ഞാൻ എന്ത് പറയും? കളി നടന്നാലും ഇല്ലെങ്കിലും ഞാൻ അവർക്ക് കാശ് കൊടുക്കണ്ടേ? ഇനി അതാര് കൊടുക്കും? വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന മറ്റു കൂട്ടുകാരോട് ഞാൻ എന്ത് പറയും? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നീയൊക്കെ തന്നെ വരുത്തി വെച്ചതല്ലേ ഈ പ്രശ്നം. ഞങ്ങൾ എന്ത് വരുത്തി വെച്ചെന്നാ നീ പറയുന്നേ? ഇല്ലേ, നിങ്ങൾ ഒന്നും വരുത്തി വെച്ചില്ലേ? ഇല്ല, ഞാനെന്ത് വരുത്തി വെച്ചെന്നാ നീ പറ. നീയും നിന്റെ കൂട്ടുകാരികളെ എന്നെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? എനിക്ക് തിരുവാതിര കളിക്കാൻ അറിയില്ലെന്നും ഞാൻ സ്റ്റെപ്പുകൾ തെറ്റിക്കുന്നു, എന്റെ മുഖത്ത് ഭാവം വരുന്നില്ല എന്നൊക്കെ നീ നിന്റെ കൂട്ടുകാരികളോട് പറഞ്ഞില്ലേ? ഞാൻ അതൊക്കെ അറിഞ്ഞു. അതിനുശേഷം നിങ്ങളോടൊത്ത് ഒരു കളിക്ക് ഞാനില്ലാന്ന് തീരുമാനിച്ചു. അതും പ്രതീക്ഷിച്ച് ആരും എന്റെ വീട്ടിലേക്കും വരണ്ട, എന്നെ അന്വേഷിക്കുകയും വേണ്ട. ഗോപികെ, നിന്നെ പറ്റി പറഞ്ഞതൊക്കെ സത്യം തന്നെ. ഞങ്ങൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നുമില്ല. സത്യമെന്ന് സത്യമായിരിക്കുമല്ലോ. നിന്നെ കുറിച്ച് ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എങ്കിലൊരു കാര്യം ചെയ്, സത്യം പറഞ്ഞ നിങ്ങള് ഞാനില്ലാതെ അങ്ങ് കളിച്ചാ മതി. നീ വെല്ലുവിളിക്കൊന്നും വേണ്ട. ഇനിയൊരു പക്ഷേ ഡാൻസ് ഒന്നും അറിഞ്ഞൂടാത്ത ആളാണെങ്കിൽ പോലും ഈ കൊല്ലത്തെ തിരുവാതിര ഞാൻ കളിച്ചിരിക്കും. പറയുന്നതേ സുധാകരൻ മാഷിന്റെ മോളാ, നീ ഓർത്തോ? സമ്മതിച്ചു, നമുക്ക് കാണാം. കഷ്ടം. അവൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? അവളില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നോ? കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കെന്താ, അവൾക്ക് വേണമെങ്കിൽ കളിച്ചാ മതി. അവളില്ലെങ്കിൽ എന്താ, ഒന്നും നടക്കില്ലേ ഇവിടെ? നാശം. അമ്മേ, എന്താ മോളെ? അമ്മേ, അച്ഛൻ എന്തിയെ? അപ്പുറത്തുണ്ട്. അച്ഛാ, അച്ഛാ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ പോവാ. എന്താ മോളെ, പറഞ്ഞോളൂ. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഉത്രാടത്തിനന്ന് ഗോപികയുടെ വീട്ടിൽ വെച്ചില്ലേ തിരുവാതിര കളിച്ചോണ്ടിരുന്നേ? അതിനിപ്പോ എന്താ പറ്റി? പറയട്ടെ. ഇന്ന് ഞാനും എന്റെ കൂട്ടുകാരികളും കൂടി തിരുവാതിരയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയാൻ അവളുടെ വീട്ടിൽ പോയപ്പോൾ അവള് പറയുവാ തിരുവാതിര കളിക്കാൻ താല്പര്യമില്ലെന്ന്. മാത്രമല്ല, ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ചെന്ന് തിരുവാതിര കളിക്കാൻ. അവിടെ വീട്ടിൽ ഒക്കത്തില്ലെന്നും പറഞ്ഞു. ഞങ്ങൾക്ക് അതൊക്കെ വല്ലാത്തൊരു വിഷമായി പോയി. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ? മോളിപ്പോ പറഞ്ഞത് ആ തെക്കേടത്തെ സുകുമാരൻ നായരുടെ മകളുടെ കാര്യമല്ലേ? ആ, അതേ പപ്പുവേട്ടാ. അതൊരു പൊങ്ങച്ചക്കാരി പെണ്ണല്ലേ? ആ പെണ്ണിനെ എനിക്കും അറിയാം. അതിനെ കഴിഞ്ഞ് ഈ ഭൂമിയിൽ ആരും ഇല്ലെന്നാ ഭാവം. ഞങ്ങൾക്കാകെ വിഷമവും നാണക്കേടുമായി. ഇനി എന്ത് ചെയ്യും മാഷേ? നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോപിയുടെ വീട്ടിൽ കളിക്കണ്ടെന്ന് പറഞ്ഞാൽ കളിക്കണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ വീട്ടുമുറ്റത്ത് കളിച്ചൂടെ? എന്നാലും അത് ശരിയാവില്ല. അതെന്താ? ഗോപിക്ക് പകരം ഒരാളെ കിട്ടണ്ടേ? അല്ലാതെ എങ്ങനെ കളിക്കുക? ആ, അത് ശരിയാണല്ലോ. ഞങ്ങളവനെ വെല്ലുവിളിച്ചിട്ടാ തന്നെ, അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കരുതല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഗോപിയെ തോൽപ്പിക്കണം, അല്ലെ? തോൽപ്പിക്കണം മാഷെ, തോൽപ്പിക്കണം. ആ അസത്തിനെ എനിക്ക് കണ്ടൂടാ. അതൊന്നും നടക്കുന്ന കാര്യമല്ല മാഷേ. ഈ അവസാന നിമിഷം ഒരാളെ എവിടെ പോയി തപ്പാനാ? ആര് പറഞ്ഞു നടക്കില്ലെന്ന്? ആളിനെ ഞാൻ പറഞ്ഞുതരാം.
പക്ഷേ നിങ്ങൾ വളരെ നിർബന്ധിക്കേണ്ടി വരും. തിരുവാതിര കളി അറിയാവുന്ന ആളാണോ? ഇനി പഠിപ്പിച്ചെടുക്കാനൊന്നും സമയമില്ല. തിരുവാതിര കളിയൊക്കെ അല്പസ്വല്പം അറിയാവുന്നവരാ. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ സമീപിച്ചു നോക്ക്. സാവിത്രി എന്ന പേര്. അല്ല, ആരാന്നാ മാഷ് പറഞ്ഞേ? സാവിത്രി. ഇതൊരു പുതിയ അറിവാണല്ലോ അച്ഛാ. അയ്യോ മാഷെ, വേണ്ട. ആവശ്യമില്ലാത്ത കാര്യം പറയാതെ, എന്നെ കൊണ്ടൊക്കത്തില്ല, പ്ലീസ്. നിന്റെ അമ്മ നല്ലൊരു നർത്തകിയായിരുന്നു. ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിച്ച തികഞ്ഞൊരു നർത്തകി. മാഷെ വേണ്ട, എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. സാവിത്രി വെറുതെ ടെൻഷൻ അടിക്കാതെ. നിങ്ങൾക്കറിയോ, വിധിയുടെ ക്രൂരത കൊണ്ട് എന്റെ ഭാര്യയായി പോയവളാ ഇവള്. എന്നോടൊപ്പം കൂടിയതിനു ശേഷം തെങ്ങിൻ പൂക്കൾ തല്ലിക്കൊഴിക്കുന്നത് പോലെ ഇവളുടെ സർഗവാസനകൾ തല്ലിക്കൊഴിച്ചവനെ ഞാൻ. അല്ലായിരുന്നെങ്കിൽ ഏത് ഉയരത്തിലെത്തേണ്ടവളായിരുന്നു ഇവള്. കുട്ടികളെ, ഞാനൊരു ഉറപ്പും തരുന്നില്ല. സ്റ്റെപ്പുകളെല്ലാം മറന്നുപോയി. പ്രാക്ടീസ് ചെയ്യാത്തോണ്ട് കൈകാലുകൾ വഴങ്ങത്തുമില്ല. സ്റ്റെപ്പുകളൊക്കെ തെറ്റിയാൽ എന്നെ കുറ്റം പറയരുതേ. അമ്മ ഞങ്ങളുടെ വെറുതെ നിന്നാലും ശരി, ഞങ്ങൾ ഒരു കുറ്റവും പറയില്ല. മാഷേ, ഞാൻ ഇറങ്ങുവാ. ഇന്ന് ചേച്ചിയുടെ തിരുവാതിരകളി കാണാൻ കുമാരേട്ടൊത്ത് ഞാനിങ്ങി വരും. ശരി. ഇങ്ങനെ ഒരു കലാകാരൻ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് തിരിച്ചറിയാതെ പോയത് കഷ്ടമായി പോയി. ഇത് ഞാൻ 10 പേരോട് പറയും. ഈ സാവിത്രിക്കുട്ടിയുടെ കളി കാണാൻ ഞാനും എന്റെ കൂട്ടുകാരും ഇവിടെ എത്തും. എന്റെ മാഷേ, ഈ തങ്കക്കുടത്തിനാണല്ലോ നിങ്ങൾ ഉപയോഗമില്ലാത്ത പാത്രം പോലെ ചവിട്ടി മൂലേ കളഞ്ഞത്. നമസ്കാരം. ദാമോദരൻ മുതലാളി എത്തിയോ? എന്താ ഇത്ര വൈകിയത്? ദാമോദരൻ മുതലാളി ഈ കസേരയിലിരിക്കെ വീണ് നടുവിളിക്കുകയല്ലേ? ശരിയാ, തോനെ നേരം നിന്നാലേ നട്ടല് നല്ല വേദനിക്കും. ഷടാ, ഈ കഥകളിക്കാരവിടെ പോയി? കഥകളിയാ? തിരുവാതിരായത് കഥകളിയെന്ന് അറിയില്ല. പിന്നെ എന്തിനാ ഈ തൊഴിലായിട്ട് നടക്കുന്നത്? കളി തുടങ്ങുമ്പോഴേ ഏതാണെന്ന് ഇഷ്ടം പോലെ അങ്ങ് തീരുമാനിച്ചു. നീ ഒന്ന് പോടാ ചന്ദ്ര, എനിക്കറിയാം ഇതൊക്കെ. അല്ല, സുധാര മാഷിനെയും കാണുന്നില്ലല്ലോ. അങ്ങേരും കളിക്കുന്നുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞ കളിയില്? എന്റെ കാസിം കാക്ക, നിങ്ങളൊന്ന് അടങ്ങ്. അവൾക്ക് ഡ്രസ് ചെയ്യാൻ സമയം വേണ്ടേ? നിങ്ങളൊന്ന് അടങ്ങിയിരിക്കപ്പാ. ഡാഡിന്റെ കളിക്കാരെല്ലാം റെഡിയായി വരല്ലേ? സന്തതം സുമശരൻ മാരതാപം സഹിയാഞ്ഞു മാനസം കുഴങ്ങുന്നു. സന്തതം സുമശരൻ മാരതാപം സഹിയാഞ്ഞു മാനസം കുഴങ്ങുന്നു. രാഗലോലൻ രമാകാന്തൻ എൻ മനോരഥമേറി. രാഗലോലൻ രമാകാന്തൻ. ചേട്ടൻ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഏയ്, ഒന്നുമില്ല, വെറുതെ. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വീടും പരിസരമൊക്കെ കണ്ടപ്പോ പരിചയമില്ലാത്ത ഏതോ സ്ഥലത്തെത്തിയത് പോലെ തോന്നുന്നു. ഇനി ചേട്ടൻ അങ്ങനെയൊന്നും ചിന്തിക്കരുത്.
പക്ഷേ എനിക്കൊരു വിഷമമുണ്ട്. എന്ത് വിഷമം? ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എന്താന്ന് വെച്ചാ നീ പറഞ്ഞോ. ചേട്ടൻ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, അച്ഛനോട് ഒരു അകൽച്ച കാണിക്കുന്നില്ലേന്ന്. അറിഞ്ഞുകൊണ്ടുള്ള അകൽച്ചയല്ല അത്. എന്റെ ഉള്ളിലെ നീറ്റൽ, ഭയം, അതാണ് എന്നെ അകറ്റുന്നത്. ചേട്ടൻ ഇനി ഭയക്കുന്ന എന്തിനാ? അന്ന് ചേട്ടനെ അച്ഛൻ ഒരുപാട് തല്ലി, ചേട്ടൻ പിണങ്ങിപ്പോയി. പക്ഷേ ഇത്രയും കാലം അങ്ങനെ നിൽക്കണ്ടായിരുന്നു. എന്റെ അഭിപ്രായം ചേട്ടന്റെ ഭാഗത്തെ തെറ്റെന്ന്. സുനന്ദേ, പിന്നെ ഇത്രയും കാലം വരാതിരുന്നത് തെറ്റല്ലേ? സാധാരണ അച്ഛന്മാർ ചെയ്യുന്നത് പോലെ അച്ഛൻ ഏട്ടനെ ഒന്ന് തല്ലി, അത് അത്ര വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞ് ചേട്ടൻ തിരിച്ചു വരണമായിരുന്നു. അങ്ങനെ വരാതിരുന്നതാണ് ചേട്ടൻ ചെയ്ത തെറ്റ്. മോളെ സുനന്ദേ, നീ ഇപ്പൊ ഒരുപാട് വളർന്നു. പക്ഷെ പഴയതൊന്നും നിനക്ക് ഓർമ്മ കാണില്ല. ഞാനിവിടെ നിന്ന് പോകുമ്പോ നിനക്ക് 4 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാൻ +1 പഠിക്കുന്ന സമയം. അന്നത്തെ നമ്മുടെ വീട്ടിലെ സാഹചര്യമൊന്നും നിനക്കറിയില്ല. നീ ഭാഗ്യവതിയാണ്. എന്റെ ബാല്യവും കൗമാരവും യൗവനവും അച്ഛന്റെ അമ്മയുടെ ഒപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലേ? എന്നാൽ എനിക്കോ കഴിഞ്ഞ 6-7 കൊല്ലം ആരോരും ഇല്ലാതെ എവിടെയെല്ലാമോ അലഞ്ഞു. ആ ചാന്ത എടുത്തോണ്ട് വാ. ഈ പെണ്ണുങ്ങൾ വർത്താനം പറഞ്ഞേക്കാതെ എടുത്തോണ്ട് വാ. അല്ലേലും ഈ സുരേഷ് മേശരിയുടെ കൂടെ പണിക്ക് എന്ന കട്ടയും പോടും മടങ്ങും. മേശരി ഇപ്രാവശ്യം എന്തായാലും ഓണത്തിന് നാട്ടിൽ പോയേ പറ്റൂ. അതെന്താ? മോനൂടെ ശരിയാവൂലെന്നേ. അത് മാത്രല്ല, സുരേഷ് മേശരിയുടെ കഥകൾ പറഞ്ഞ അറിവേ ഉള്ള എനിക്ക്. അച്ഛൻ അങ്ങനെ ആയി പോയതുകൊണ്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? 6-7 കൊല്ലം സ്വന്തക്കാരെയൊക്കെ കാണാതെയൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞാ ഞാൻ എത്ര വേദനിച്ചെന്നറിയോ? അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ ഇപ്പോഴും എനിക്ക് പേടിയാ. അതുകൊണ്ടാണ് ഞാൻ പോവാൻ മടിക്കുന്നത്. തങ്കപ്പെട്ട അമ്മയെ കാണാതിരിക്കാൻ കഴിയോ? സുരേഷിനെ ഓർത്ത് ആ അമ്മ എത്രമാത്രം നീറുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് ഞാനിപ്പോ വന്നത്. ചേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ആ മോളെ, നീ പോയി ഏട്ടന്റെ കട്ടിലിൽ ഷീറ്റൊക്കെ വിരിച്ചിട്. യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല ക്ഷീണം കാണും. അച്ഛനെ പുറത്തേക്ക് കണ്ടില്ലല്ലോ. അച്ഛൻ നേരത്തെ കിടന്നു. നാളെ തിരുവോണമല്ലേ? രാവിലെ എഴുന്നേൽക്കണമെന്നും നിങ്ങളെ രണ്ടുപേരെയും കുളിപ്പിച്ച് രാവിലെ അത്തപ്പൂക്കളം ഇടിക്കണമെന്നും പറഞ്ഞ് ഉറങ്ങാൻ കിടന്നു. നിങ്ങള് രണ്ടാളും ഇപ്പോഴും കുട്ടികളാണെന്ന അച്ഛന്റെ വിചാരം. ഇതെന്തൊരു കോലോടാ നിന്റേത്? മുടിയൊക്കെ വെട്ടി ഷേവൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് നിന്നൂടെ നിനക്ക്? നീ എന്താ ഇത്ര ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല. നിനക്കറിയോ, നീ പോയ ശേഷം ഞങ്ങൾ ഏതെല്ലാം അമ്പലങ്ങളിൽ നേർച്ച നേർന്നു. നിന്റെ അച്ഛൻ ടിവിയിലും പത്രത്തിലും പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി. എവിടെ ഒരു ഫലവും ഉണ്ടായില്ല. നീ എന്തെങ്കിലും തിരിച്ചു വരണേന്ന് ഞങ്ങൾ നിത്യേന പ്രാർത്ഥിച്ചു. നിന്റെ അച്ഛൻ മിക്കവാറും ദിവസങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. ഞാൻ പോകുന്നതിനെ കുറിച്ച് അച്ഛൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. അന്ന് ഞാനും സുനന്ദയും വീട്ടിലില്ലായിരുന്നല്ലോ. പതിവ് പോലെ കുടിച്ച് കാലുറയ്ക്കാതെ വന്ന അച്ഛൻ ഞങ്ങൾ എന്തിയെന്ന് നിന്നോട് ചോദിച്ചപ്പോ നീ എന്തോ തർക്കുത്തരം പറഞ്ഞെന്നോ അതിന് നിന്നെ ഒരുപാട് തല്ലിയെന്നും പറഞ്ഞ് അങ്ങനെ പേടിച്ചു വിറച്ച് നീ ഇവിടെ നിന്ന് ഓടിപ്പോയെന്നും പറഞ്ഞു. നീ പോയതിനു ശേഷം കാലുറയ്ക്കാതെ നിന്ന അച്ഛൻ എന്തിലോ ചവിട്ടി കാല് തെറ്റി കമിഴ്ന്നു വീണെന്നും അങ്ങനെ നെറ്റി മുറിഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വരുമ്പോ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. നിന്നെ അന്വേഷിച്ചപ്പോ കാണാനുമില്ല. പിന്നെ അടുത്ത വീട്ടിലെ ഖാദർ കാക്കയും വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചു. ഒരാഴ്ച ബോധമില്ലാതെ കിടന്നു.
ആ സമയത്ത് ഞാൻ ആകെ ഉരുകയായിരുന്നു. ഒരു വശത്ത് നിന്നെ കാണാനില്ല, മറുവശത്ത് അച്ഛൻ ബോധമില്ലാതെ കിടക്കുന്നു. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആദ്യം തിരക്കിയത് നിന്നെയായിരുന്നു. ബോധം തിരിച്ചു കിട്ടിയ ശേഷം പിന്നെ 2 ആഴ്ച ആശുപത്രി കിടക്കേണ്ടി വന്നു. പക്ഷെ ഈ ആശുപത്രിയിൽ കിടപ്പുകൊണ്ട് ഒരു ഗുണമുണ്ടായി. നിന്റെ അച്ഛന് മദ്യപിക്കാനുള്ള താല്പര്യം അതോടെ ഇല്ലാതായി. പിന്നെ ഇതുവരെ കുടിച്ചിട്ടേയില്ല. ഇത്രയും നല്ലൊരു കുടുംബസ്നേഹിയെ ഞാൻ കണ്ടിട്ടേയില്ല. ഞാനും നിങ്ങളെന്ന് വെച്ചാൽ മരിക്കും നിന്റെ അച്ഛൻ. ഞാൻ വിഷമിക്കാതെ, നീ കൂടി വന്നപ്പോ ഞങ്ങളുടെ എല്ലാ ദുഃഖവും മാറി. ഇത്രയും കാലം ഞാനും നിന്റെ അച്ഛനും ഈശ്വരനോട് പ്രാർത്ഥിച്ചതിന് ഫലമുണ്ടായല്ലോ. ഇനി എന്റെ മോൻ ദുഃഖിക്കരുത്. അമ്മേ, ചേട്ടനോട് വന്ന് കിടക്കാൻ പറ. ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. വാ, ഇനി അകത്ത് പോയി മനസ്സമാനത്തോടെ കിടന്നുറങ്ങ്. നീ കുറച്ച് കഴിച്ചാൽ മതി, വണ്ണം വെക്കും കേട്ടോ. സുരേഷേട്ടാ, എന്താ മോനെ നീ കഴിക്കുന്നില്ലേ? കറികളൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ല മാഷെ, ചിക്കൻ കറി എടുത്തില്ലേ? അയ്യോ, ഞാനതൊക്കെ മറന്നുപോയി. ഇപ്പൊ കൊണ്ടുവരാം. മോന് ഓർമ്മയുണ്ടോ? പണ്ട് നീ ചിക്കൻ കറി വേണമെന്ന് നിർബന്ധം കാട്ടിയപ്പോ ഞാൻ പപ്പുള്ളിയുടെ കടയിൽ നിന്ന് ചിക്കൻ വാങ്ങി തന്നതും, ഇന്ന് നീ വരുന്നെന്ന് പറഞ്ഞപ്പോ നിന്റെ അച്ഛൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ ഈ ചിക്കൻ കറി. എന്നെ ഇതിൽ തൊടിയിച്ചതേ ഇല്ല. ഈ മാഷത് എവിടെയാ? മോൻ പേടിക്കണ്ട, അച്ഛൻ വരുന്നതിന് മുമ്പ് ഇതങ്ങ് കഴിച്ചാ മതി. അണ്ണല്ലേ, നീ മുന്നത്തെ കഥ അടച്ച് ഇവിടെ വന്നിരുന്നിട്ട് വല്ലവന്റെ മോനെ സൽക്കരിക്കുന്ന വഴി. പക്ഷെ അങ്ങനെ പറയരുത്. എന്നെ എന്റെ മോനെ സംശയിക്കരുത്. ഇത് നമ്മുടെ മോൻ തന്നെയാ. നിങ്ങളുടെ കാല് പിടിക്കാം. ഇവൻ എന്റെ മോൻ അല്ലേ? ഞാനൊന്ന് ചൂടാക്കി, അതാ താമസിച്ച. ഇത് നാടൻ കോഴിയാ, മോൻ അറിയത്തില്ലേ? നമ്മുടെ കാതറാക്കുന്ന കടയിൽ നിന്ന് മേടിച്ചതാ. ഇതിന്റെ രുചി ഒന്ന് വേറെ. അത്ര സ്റ്റൈലായിട്ടാ ഞാനിത് ഉണ്ടാക്കിയെടുത്തേ. വേണ്ട, എന്താ മോനെ അങ്ങനെ പറഞ്ഞേ? അച്ഛൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തതാ. നല്ല മസാല കൂട്ടൊക്കെ ചേർത്ത് കുരുമുളക് പൊടി വിതറി. ആ മണം കേട്ടാ തന്നെ നാളെ വെള്ളം ഊറും. ഞാൻ ചിക്കൻ കഴിക്കത്തില്ല. അമ്മയ്ക്കറിയാലോ, ഞാൻ അന്ന് നിർത്തിയതാ. പിന്നെ ഇതുവരെ. സാവിത്രി, അവനെ നിർബന്ധിക്കണ്ട. ഇത് മോക്ക് കൊടുക്കാമല്ലോ. ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ്. ഇത്രയും കാലം ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കുകയായിരുന്നു. ഈ കാൽപാദങ്ങൾ വീണ് മാപ്പിരുന്നില്ലെങ്കിൽ ഞാനൊരു മകനല്ല. സാവിത്രി, എന്തിനാ സാവിത്രി നമ്മുടെ മോൻ കരയുന്നത്? എന്തിനാ അവനൊരു കാല് പിടിച്ചേ? പറയൂ സാവിത്രി. എന്താ നീ പറഞ്ഞേ? എന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറഞ്ഞേ? സാവിത്രി,
നീ ഓരോന്ന് ചോദിച്ച് എന്റെ മോനെ വിഷമിപ്പിക്കരുത്. ഇല്ല, എനിക്കറിയണം ഇവൻ എന്ത് തെറ്റാ ചെയ്തോന്ന്. ഞാൻ പറയാം. മോനെ, നീ ഇത് പറയരുത്. ഇത്രയും കാലം എന്റെ മനസ്സിൽ കിടന്നേറിയ കേസ് ഞാൻ പറയാം. എങ്കിലും എനിക്ക് പാവമോക്ഷം കിട്ടും, എനിക്ക് മനസ്സമാധാനം കിട്ടും. എവിടാ നിന്നെ തള്ള? എവിടെ പോയടാ അവള്? അമ്മ ഗോപാലമാഷിന്റെ വീട്ടിൽ പോയിരിക്കുക. ഓ, ഇപ്പൊ അവള് അങ്ങേരെ പിടിച്ചിരിക്കുകയാണല്ലേ? അമ്മ കാശ് കടം ചോദിക്കാൻ പോയതാ, എന്റെ സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ. ഫീസ് അടയ്ക്കാത്തോണ്ട് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. അതാ അമ്മ കടം ചോദിക്കാൻ പോയത്. കാശ് കടം ചോദിക്കാൻ പോയതോ അതോ? എന്റെ അമ്മ അത്രക്കാരിയല്ല. എന്റെ അമ്മയെ കുറിച്ച് അങ്ങനെ അനാവശ്യം പറയരുത്. തേണ്ടി വല്ലൂനും ഉണ്ടായ നീ എന്നോട് തർക്കിക്കാൻ നിൽക്കുന്നോടാ? ഞാൻ വല്ലൂനും ഉണ്ടായതല്ല, അച്ഛന്റെ മോൻ തന്നെ. അച്ഛൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പക്ഷെ അമ്മയെ കുറിച്ച് അനാവശ്യം പറയരുത്. അച്ഛന് കിട്ടുന്ന ശമ്പളം എല്ലാം കുടിച്ചു തീർക്കുന്നുണ്ടല്ലേ അമ്മയ്ക്ക് വല്ലവരുടെ മുമ്പിൽ കൈനീട്ടിന് വരുന്നത്. എടാ, നീ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വളർന്നോടാ? എന്റെ അമ്മയെ പറ്റി അനാവശ്യം പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. പറഞ്ഞ നീ എന്നെ എന്ത് ചെയ്യൂടാ? തല്ലു തല്ലുടാ, നീ എന്നെ തല്ലുവല്ലോ. വേണ്ട, ഇത്രയും വലിയ കൂടെ പാപം ചെയ്തിട്ടാണോ ഇവിടെ ഓടിക്കളഞ്ഞത്? ആ നിനക്ക് വേണ്ടിയാണോടാ ഞാനും എന്റെ മാഷും ഇത്രയും കാലം അമ്പലം മുഴുവൻ നേർച്ച നേർത്തത്? എന്റെ ഈശ്വരന്മാരെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇത്രയും കാലം ഞാൻ എന്റെ മാഷിനെ തെറ്റിദ്ധരിച്ചല്ലോ എന്റെ ഈശ്വര. പറ, നിങ്ങൾ പറ, എന്താ നമ്മുടെ കുടുംബം ഇങ്ങനെയായി പോയത്? എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്റെ മോനെ ഞാൻ ലാളിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. ദൈവം കൊണ്ടുവന്ന ഇവന് ഇനിയുള്ള എന്റെ ജീവിതം ഇവന്റെ ഒപ്പം കഴിയണം, ഇവനെ സ്നേഹിക്കാൻ. സാവിത്രി ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ എന്താ നമ്മുടെ കുടുംബം എങ്ങനെയാന്ന്, ആരുടെ തെറ്റുകൊണ്ടാണെന്ന്? എന്റെ തെറ്റുകൊണ്ടാ, എന്റെ മാത്രം തെറ്റുകൊണ്ട്. നഷ്ടകാലത്തെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛവാ. ഇവൻ ചെയ്തത് തെറ്റോ ശരിയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഒരു മകൻ അങ്ങനെ ചെയ്യില്ല. എല്ലാം ഒരു നിയോഗമായിരുന്നു. സാവിത്രി, നീ എന്ന് കരുതുന്ന പോലെ അന്ന് ആശുപത്രി കടന്നപ്പോ എന്റെ മദ്യപാനശീലം ഇല്ലാതായല്ല, ഞാൻ സ്വയം എടുത്ത തീരുമാനമായിരുന്നു അത്. ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മദ്യപിക്കില്ലെന്ന്. ആശുപത്രി കിടന്ന നാളുകളിൽ ഞാൻ തിരിച്ചറിവിന്റെ പാതയിലൂടെ സഞ്ചരിക്കായിരുന്നു. അതിന്റെ ഫലമാണ് നിങ്ങൾ എന്നെ കാണുന്ന ഈ സുധാകരൻ മാഷ്. ഞാൻ തിരിച്ചറിഞ്ഞു, ഒരു കുടുംബം ശിഥിലമാകുന്നത് കുടുംബനാഥന്റെ സ്വഭാവദൂഷ്യം കൊണ്ടാണെന്ന്. കുടുംബനാഥന് ഒരു വലിയ തണൽ മരം പോലെയാണ്. അയാളുടെ തണലില്ല മറ്റുള്ളവർ ജീവിക്കുന്നതും സന്തോഷിക്കുന്നതും.
എന്നാൽ ആ തണൽ മരം കേടുവന്നു പോയാൽ അതാണ് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചത്. പക്ഷെ എന്റെ മനസ്സിലൊരു നീറ്റലുണ്ടായിരുന്നു. എന്റെ മകനെ ഓർത്ത്. അവന്റെ ബാല്യവും കൗമാരവും യൗവനവും എന്തുമാത്രം ദുരിതവും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു. ഈ ഞാൻ കാരണം ഇവന്റെ വിദ്യാഭ്യാസം ഇല്ലാതായില്ലേ? ഈ ഞാൻ കാരണം 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് വാങ്ങി വിജയിച്ച ഇവന്റെ സന്തോഷം ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഡോക്ടർ ആവാൻ +1 സയൻസ് തെരഞ്ഞെടുത്ത ആ ഇവന് ഇത് ഞാൻ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ഈ ഭാവിയായ അച്ഛനോട് എന്റെ മൂപ്പ് ഓർക്കില്ലേടാ. അച്ഛാ പറയല്ലേ അച്ഛാ, എല്ലാം വിധിയാണ്. എനിക്കെന്റെ അച്ഛനെ അനിയത്തെ തിരിച്ചു കിട്ടിയില്ലേ, എനിക്കത് മതി. ഏതായി കുട്ടികള്? ഇത് നമ്മുടെ തങ്കമണി ചേച്ചിയുടെ കുട്ടികളാ. അത് ശരി. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് രചന. രചന, ഗുഡ്, നല്ല പേര്. അക്ഷരക്കൂട്ടുമൊക്കെ യോജിച്ച പേര്. നിന്റെ പേര്? എന്റെ പേര് കവിത അങ്കിളെ. ഒരു സാഹിത്യകാരന്റെ മക്കളുടെ പേരുണ്ട് നിങ്ങൾ രണ്ടുപേർക്കും. ആരായി പേരിട്ടത്? അമ്മയായി പേരിട്ടത്. അല്ല, അച്ഛനായി പേരിട്ടത്. നിങ്ങൾ തർക്കിക്കണ്ട. ഭാവന എന്ന സൗന്ദര്യമാണ് അമ്മ, യാഥാർത്ഥ്യം എന്ന സത്യമാണ് അച്ഛൻ. അവര് രണ്ടുപേര് ചേർന്ന് നൽകിയതാണ് ഈ പേര്. എനിക്കൊരുപാട് ഇഷ്ടമായി. ചേട്ടൻ ഇതൊക്കെ എങ്ങനെ അറിയാം? ഈ ഭാവനയും സാഹിത്യവും യാഥാർത്ഥ്യവും ഒക്കെ? പൂക്കളൊക്കെ എതിരെയായി. കുമാരൻ തങ്കമണി വന്നില്ലേ? വരും മാഷേ. അമ്മ വീട്ടിലിരിക്ക, അച്ഛൻ പുറത്തു വയ്ക്ക. എപ്പ വരും ആവോ? മാഷേ, സാവിത്രി കൊച്ചമ്മ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഒന്നും പറയണ്ട എന്റെ മോളെ. സുരേഷിന് വേണ്ടി ഏതോ സ്പെഷ്യൽ പൂജ ചെയ്യാൻ വേണ്ടി അമ്പലത്തിൽ പോയിരിക്കുക. ഇപ്പൊ വരുമെന്ന് കരുതി ഞാനും കാത്തിരിക്കാൻ. ഏതായാലും സാവിത്രി വരുന്നതിന് മുമ്പ് നമുക്ക് ഈ പൂക്കളൊന്ന് ശരിയാക്കാം. സുനന്ദേ, നിനക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം. എന്നോട് ക്ഷമിക്കണം. അവിവേകം കൊണ്ട് ഞാൻ നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു പോയി. ക്ഷമിക്കണം. സാരമില്ല മോളെ. നമ്മൾ ആരാണെന്നും എന്താണെന്നും നമ്മൾ ചെയ്യുന്നത് എന്താണെന്നും തിരിച്ചറിയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. ഏവർക്കും കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഓണസദ്യ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. സുധാകരൻ മാഷിന്റെ വീട്ടിൽ ഓണസദ്യ തയ്യാറാക്കുന്നതിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്താണ് കോണി, നിനക്ക് വട്ടായോ? ടിവിയിൽ ഇപ്പം ഏത് ചാനൽ നോക്കിയാലും കുക്കറി ഷോ അല്ലയോ? അത് സ്ഥിരം കണ്ട് കണ്ട് ഞാനും ഇപ്പൊ ഇങ്ങനെയായി പോയി. ശരിയാ, 10 തക്കാളി 5 വെണ്ടക്കയും ഒരുമിച്ച് കണ്ട തങ്കമണി ചേച്ചി ഉടനെ അത് വല്ല രോഗമാണോ പപ്പേട്ടാ? അതിന് വല്ല മരുന്നുണ്ടോ? അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. തങ്കമണി, നീ ആ ഉരുളക്കിഴങ്ങിന്റെ പച്ചക്കറികളുടെ തൊലി കളഞ്ഞ് കഴിക്കൊണ്ടുവാ. ബാക്കി മരുന്ന് അത് കഴിഞ്ഞ് പറയാം. എന്നാ ഞാൻ അങ്ങനെ ചെയ്യാം. എന്ത് ചെയ്യാം, ഞാനൊരു കുക്കറി രോഗിയായി പോയില്ലേ. പപ്പുവേട്ടാ, ഇവിടെ വേറെ കത്തിയൊന്നും ഇല്ലേ? ദേ ഇരിക്കുന്നൊരു കത്തി. ഇവിടെ നടക്കുന്നതൊന്നും കൊച്ചുമോലാളി അറിയുന്നില്ല എന്ന് തോന്നുന്നു. ഏതോ പെണ്ണുങ്ങളെ ഓർത്തിരിക്കുക. അത് കണ്ടാ അറിയാം. ഇത്രമാത്രം തലോടാൻ ആ വെണ്ടയ്ക്കൽ എന്തിരിക്കുന്നു എന്തോ. ചിലർക്ക് എന്തെങ്കിലും മതിയല്ലോ നിർവൃത്തി കടയാൻ. പപ്പുവേട്ടാ, ഞാൻ സാവിത്രി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിച്ചോണ്ട് വരാം. ഓ തങ്കോണി, നീ ഏതായാലും അങ്ങോട്ട് പോവില്ലേ? ആ സാവിത്രി കൊച്ചിനോട് പറ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ. ഞാൻ പറയാം.
കൊച്ചു മുതലാളി? എനിക്കൊരു സംശയം. എന്നെ കുറിച്ചാണോ? നിന്നെ കുറിച്ചല്ല, എനിക്ക് ഈ വെണ്ടയ്ക്കയെ കുറിച്ചാ. വെണ്ടക്കയെ കുറിച്ചോ? അതെ. ഈ വെണ്ടയ്ക്കക്ക് ലേഡീസ് ഫിംഗർ എന്ന പേര് എങ്ങനെയാ വന്നത്? ആ, എനിക്കറിയത്തില്ല. തങ്കമണിയുടെ വിരലുകൾ വെണ്ടയ്ക്ക പോലാണോ ഇരിക്കുന്നത്? ആ, ഞാൻ നോക്കിയിട്ടില്ല. തങ്കമണി, ആ കൈ ഒന്ന് നീട്ടിക്കേ. എന്തിനാ? ആ, ഒന്ന് നീട്ടണേ. ഇടുന്നേ, അവരൊക്കെ കാണും. അവരൊക്കെ കാണും. കൊള്ളാം കൊള്ളാം. നിങ്ങൾ ആരും കാണുന്നില്ല ഇവിടെ നടക്കുന്ന ഈ മുഹബത്ത്. അല്ല കാസിമേ, നിങ്ങൾ ഇപ്പോഴാ പറഞ്ഞേ? ഇവിടെ എന്തെല്ലാം പണിയാ ഉണ്ടായിരുന്നേ? സദ്യ ഒരുക്കുന്നിടത്ത് കാസിംഗാക്കാക്ക് എന്താ കാര്യമെന്ന് വിചാരിച്ചു. ചന്ദ്ര, നീ ഒന്ന് അടങ്ങടാ പോയി. കാസിൻ കാക്കയെ ഇതുവരെ കണ്ടില്ലെന്ന് അച്ഛൻ അകത്തിരുന്ന് പറയുമായിരുന്നു. എപ്പോഴാ വന്നേ? നമ്മളിപ്പോ വന്നതേ ഉള്ളൂ മോളെ. സദ്യവട്ടമൊക്കെ ശരിയായെങ്കിൽ അതിന്റെ മുകളിൽ മസാല കയറാൻ വന്നതായിരിക്കും. കാസിംഗാക്കാരെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. ഞമ്മക്ക് എന്ത് ബുദ്ധിമുട്ടാ? ബീവി കനിയണ്ടേ കാസിംഗാക്ക പുറത്തിറങ്ങണമെങ്കിൽ. ഇതാര് ലൈലയാ? എവിടെ നമ്മുടെ മജ്നു? എടാ കാസിമേ, എന്താ പപ്പുവേട്ടാ? പപ്പുവേട്ടന്റെ സ്നേഹത്തോടെയുള്ള ഈ വിളി മതി മനസ്സ് നിറയാൻ. കൊള്ളാം. പപ്പുവേട്ടനല്ലേ ആള്, മനസ്സിഷ്ടം പോലെ നിറച്ചു തരും. ഹലോ പപ്പുളെ, എന്റെ സഹായം എന്തെങ്കിലും വേണോ? ഇപ്പൊ ഏതായാലും സുധാകര മാസ്റ്റർ സഹായം ആവശ്യമില്ല. ഇവിടെ ഞങ്ങൾക്ക് തീർക്കാനുള്ള പണിയേ ഉള്ളൂ. അല്ല മാഷേ, സാവിത്രി കുഞ്ഞിനെയും മോനെയും ഇങ്ങോട്ട് കാണുന്നേ ഇല്ലല്ലോ. ഒന്നും പറയണ്ട എന്റെ പപ്പുള്ളേ. എന്റെ മോനെ ഇടവും വലവും വിടാതെ അവന്റെ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുക അവള്. ഒന്നും രണ്ടുമല്ല, ഇപ്പൊ മൂന്നാമത്തെ തവണയാ ചേട്ടനെ കൊണ്ട് പറയിപ്പിച്ചോണ്ടിരിക്കുന്നേ. അതാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നേ. ആ തങ്കമണി, നിന്റെ കെട്ടിയും കുമാരൻ ഇവിടെ പോയി? അവനെ ഇങ്ങോട്ട് കണ്ടേയില്ലല്ലോ. ആ, ആർക്കറിയാം, എവിടെയെങ്കിലും വെള്ളം അടിച്ച് കിടക്കുന്നുണ്ടാവും. മടുത്തു മാഷെ, അങ്ങയുടെ കൂടെയുള്ള ജീവിതം ഞാൻ മടുത്തു. സാരമില്ലെന്നേ, അവൻ നേരെയായിക്കൊള്ളു. ഞാൻ പലതവണ അവനെ ഉപദേശിച്ചിട്ടുണ്ട്. ഇല്ല മാഷെ, അങ്ങേര് നന്നാവത്തില്ല. ഗതി കേട്ടാ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. തങ്കോണി, നീ അഭിയോഗം കാണിക്കരുത് കേട്ടോ. പിന്നല്ലാതെ എത്ര കാലമെന്ന് വിചാരിച്ചിട്ടാ? ഇന്ന് നന്നാകും നാളെ നന്നാകും എന്നൊക്കെ വിചാരിച്ചിട്ട് എവിടെ? സർക്കാർ 418 ബാറ് പൂട്ടിച്ച പോലെ ഇവറ്റുകളുടെയൊക്കെ വാ പൂട്ടിക്കാൻ വല്ല വഴിയുണ്ടോന്ന് നോക്കണം. അല്ല, കാസിമിക്ക് എന്താ പിണങ്ങിയിരിക്കുന്നത്? അതോ സ്വപ്നം കാണാൻ? ഞാന് വീട്ടിലാണെന്ന് ഓർത്തുപോയി. ഇതാ വയസ്സാം കാലത്ത് കല്യാണം കഴിച്ചാവുള്ള കുഴപ്പം. ഇതെന്ത് പറ്റിയെന്ന് അറിയത്തില്ലല്ലോ. നേരത്തെ ദാമോദരൻ മുതലാളിയെ സ്വപ്നം കണ്ടത്, ഇപ്പൊ ദാ കാസിയും കാക്കയെ. തങ്കമണി ചേച്ചി, ബാക്കി പണി നമ്മൾ ചെയ്തോളാം. ചേച്ചി വീട്ടിൽ പോവാൻ നോക്ക്. നേരത്തെ ദാമോദരൻ മുതലാളി വെണ്ടക്കയുടെ സംശയം ചോദിച്ച പോലെ ക്യാബേജിന്റെ സംശയം ചോദിച്ചോണ്ട് വരും കാസിം കാക്ക. അങ്ങനെ ഇപ്പൊ ഇവിടെ ആരും ഉരുട്ടണ്ട, ഇങ്ങോട്ടുണ്ട്, ഞാൻ തൊളിച്ചോളാം. അപ്പൊ നിങ്ങളുടെ പണിയൊക്കെ നടക്കട്ടെ. ഞങ്ങൾ അകത്തു പോയി സാവിത്രിയുടെ കയ്യിൽ നിന്ന് എന്റെ മോനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ. ശരി, നടക്കട്ടെ. ആരോ വിളിക്കുന്ന ശബ്ദമല്ലേ കേട്ടത്? വാ പോയി നോക്കാം. അമ്മ വല്ലോം തരണേ അമ്മ, വിശക്കുന്നമ്മ. ഇവിടെയൊന്നും ഇരിപ്പില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചെല്ല്. അങ്ങനെ പറയാതമ്മ, പാവ എന്റെ മോള് 3 ദിവസമായി വല്ലോം കഴിച്ചിട്ടമ്മ. അതിന് ഞങ്ങൾ എന്ത് വേണം? സുനന്ദേ, അങ്ങനൊന്നും പറയരുത് പ്ലീസ് സുനന്ദേ, കഷ്ടം അങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. എവറ്റകളൊക്കെ കള്ള കൂട്ടങ്ങളാ. പകല് വന്ന് വീടും പരിസരവും ഒക്കെ നോക്കി വെക്കും, രാത്രി കാലങ്ങളിൽ വന്ന് മോഷ്ടിക്കുകയും ചെയ്യും. പോ പോ പോ. അങ്ങനെ പറയാതമ്മ,
ഞങ്ങൾ മോട്ടിക്കാൻ നടക്കുന്നവരല്ല അമ്മ. ഈ വീട്ടിൽ ഞാൻ മുമ്പും വന്നിട്ടുണ്ടമ്മ. ഇവിടുത്തെ കൊച്ചമ്മ നല്ല മനസ്സുള്ള തങ്കപ്പെട്ട സ്ത്രീയാ. ഞങ്ങൾക്ക് ആഹാരവും അരിയും പൈസയും ഒക്കെ തരും. ആ അമ്മയുടെ മകൻ നഷ്ടപ്പെട്ട കാര്യം ആ കഥയെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കൊച്ചമ്മ ഇവിടെ ഇല്ലേ? ഇല്ല, അച്ഛനും അമ്മയും ടൗണിൽ പോയിരിക്കുക. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. നിൽക്ക്, നിങ്ങൾ പോകരുത്. ഞാനിപ്പോ വരാം. സുരേഷ് ഏട്ടാ, സുരേഷ് ഏട്ടാ, എന്താ ഈ കാണിക്കുന്നേ? കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത എവറ്റകളൊക്കെ തൊടിയും പിടിക്കുകയൊക്കെ ചെയ്യുന്നോ? എന്താ സുനന്ദ ഇങ്ങനെയൊക്കെ പറയുന്നേ? സാരമില്ല സുനന്ദേ. ദൈവം മോന് ദീർഘായുസ് തരട്ടെ. ഇവിടുത്തെ കൊച്ചമ്മയുടെ നല്ല തങ്കപ്പെട്ട സ്വഭാവം തന്നെയാ മോനും കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെന്ന് ഇറങ്ങട്ടെ. സദ്യ ഗംഗേമം. പായസം സൂപ്പർ. മാഷേ, ഓണസദ്യയൊക്കെ ഗംഭീരായി കേട്ടോ. സന്തോഷം. കാസിങ്ങാക്കക്ക് സദ്യ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതെന്താ നമുക്ക് നീ അങ്ങനെ പറഞ്ഞേ? അല്ല, കാസിങ്ങാക്ക സദ്യ കഴിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. തങ്കമണി ചേച്ചിയുടെ കെട്ടിയവൻ കുമാരൻ കാക്കയെ കളിയാക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് പറഞ്ഞതാ. അത് ശരിയാ, ഞാനും കേട്ടായിരുന്നു. മാഷേ, ഇനിയിപ്പോ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോവുക. മാഷക്കും കുടുംബത്തിനും ഞങ്ങളുടെ വക ഓണാശംസകൾ. എന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും നിങ്ങൾ എപ്പോഴും എന്നോടൊപ്പം ഉള്ളതാണ് എന്റെ ബലവും സന്തോഷവും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കുടുംബത്തിന്റെ ഓണാശംസകൾ. അല്ല പക്ഷേ സാവിത്രി കുച്ചന്തിയെ ഓണസദ്യ വിളമ്പിയ ശേഷം പിന്നെ കണ്ടതേ ഇല്ലല്ലോ. അമ്മ അകത്ത് ഡ്രസ് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇന്ന് അമ്മയുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അമ്മേ, ദേ എല്ലാരും തിരക്കുന്നു. വിളിക്കണ്ട. എന്നാ ശരി, കാണാം. എന്നാ ശരി. അപ്പൊ ശരി, കാണാം. മാഷേ, മാഷേ, എന്താ തങ്കമണി, എന്തിനാ നീയും പിള്ളേരും കരയുന്നു? നല്ലൊരു ഓണമായിട്ട് ആ കുമാരൻ എന്തെങ്കിലും ഇടങ്ങേറ് ഒപ്പിച്ചിട്ടുണ്ടാവുന്നു. മാഷ് പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവിടുന്ന് ഓണസദ്യം കഴിച്ചിട്ട് പോയി അങ്ങേര്. ഓണസദ്യ കഴിഞ്ഞപ്പോ ആരെ കാണണമെന്ന് പറഞ്ഞല്ലേ കുമാരൻ ഇവിടെ നിന്ന് പോയത്? കുമാരേട്ടൻ പോയപ്പോ ചേച്ചി ഇവിടുന്ന് പെട്ടെന്ന് പോയതല്ലേ? അതെ മോളെ, അങ്ങേര് വളരെ തന്ത്രശാലിയാ, കുറുക്കനാ. ഇവിടെ ഓണസദ്യ കഴിക്കാൻ വന്നപ്പോ മദ്യപിക്കാതെയാ വന്നത്. അതുകൊണ്ട് ഞാനും സന്തോഷിച്ചു. ഈ ഓണത്തിനെങ്കിലും കുടിക്കാതെ നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടിൽ ചെന്നപ്പോ മുമ്പ് കണ്ടിട്ടില്ലാത്ത 3-4 അവന്മാര് ചേർന്ന് വെള്ളവടിയും പാട്ടും കൂത്തും. എന്നെ പിള്ളേരെയും കണ്ടപ്പോ ഓരോ തെറിപ്പാട്ടും അനാവശ്യം പറച്ചിലും. എന്നിട്ടും കുമാരേട്ടൻ. അച്ഛാ, ആ കുമാരേട്ടനോട് പറയണം തങ്കമണി ചേച്ചിയും പിള്ളേരെ ഇങ്ങനെ ദ്രോഹിക്കരുതെന്ന്. അവൻ ആള് ഭയങ്കരാണല്ലോ. ഇത്ര ചെറുപ്പത്തിലെ കുടിച്ച് രസിക്കാൻ പോവാ. തലമുറകൾ എത്ര മാറിയാലും കാലം എത്ര മാറിയാലും ഈ വിഷദ്രാവകത്തിന് മനുഷ്യൻ എന്നും അടിമകളാണ്. കുമാരൻ മാത്രമല്ല. കുമാരേട്ടൻ ആൾ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് അവനെ കണ്ട് നല്ല 2 വർത്തമാനം പറയണം. വാഷളം. പക്ഷേ ഞാൻ തോറ്റു പോകാൻ തയ്യാറല്ല. എനിക്കും എന്റെ പിള്ളേർക്കും ജീവിക്കണം. നീ സമാധാനിക്ക് തങ്കമണി. ദൈവം എല്ലാത്തിനും വഴി കാണിച്ചു തരും. ഞങ്ങളൊക്കെ ഇല്ലേ ഈ നാട്ടിൽ. ചേച്ചി പേടിക്കണ്ട. ഇനി കുമാരേട്ടനൊന്ന് ഇങ്ങോട്ട് വരട്ടെ. അവിടെ അവര് കുടിച്ചോണ്ടിരുന്നതിൽ ഒരു കുപ്പിയായത്. സുരേഷിനുണ്ടായ പോലൊരു ദുരന്തം എന്റെ മക്കൾക്കുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വിഷദ്രാവകമാണ് എല്ലാത്തിനും കാരണം. ഈ ഒരു മദ്യക്കുപ്പി പൊട്ടിച്ചതുകൊണ്ട് കുമാരൻ നന്നാവില്ല. അതെനിക്കറിയാം മാഷേ. അതുകൊണ്ടല്ലേ അവിടെ ഇരുന്ന മറ്റേ കുപ്പിയെടുത്ത് കുമാരേട്ടന്റെ തലമണ്ട നോക്കി ഞാൻ അടിച്ചു പൊട്ടിച്ചത്. അപ്പൊ തന്നെ കൂടെ ഉണ്ടായിരുന്നവർ ഓടിപ്പോയില്ലേ? അപ്പോ കുമാരൻ അവനെന്തെങ്കിലും? ഓ, അങ്ങേർക്ക് എന്ത് പറ്റാൻ? വീട്ടിൽ കിടപ്പുണ്ട്. ഒരടി കൊണ്ടൊന്നും അങ്ങേര് ചത്തുപോകത്തില്ല. നമ്മൾ അറിയാത്ത എത്രയോ അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. കണ്ടില്ലേ, ഇതാണ് കേരളത്തിലെ മിക്ക വീടുകളുടെയും ഓണവിശേഷം. ഇത് മാറ്റണം. അതിന് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം. എന്റെ അനുഭവം നിങ്ങൾക്കൊരു പാഠമായെങ്കിൽ
എന്താ നിങ്ങളും തയ്യാറല്ലേ ഒരു മാറ്റത്തിന്? ഞങ്ങളും തയ്യാർ.